പോകാനും ഒരുങ്ങണോ? പൂവാലന്മാരെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതിയല്ലേ? പെണ്ണിന് സൂക്കേടത്തിൽ കൂടുന്നുണ്ട്. പിന്നെ പിന്നെ പിറന്നാളായിട്ട് ചേച്ചിയുടെ ഒരു ഗമ. വാ. ചേട്ടൻ കസ്തൂരി ചേച്ചി തൊട്ടിട്ടുണ്ടോ? ഒന്ന് വെറുതെ ഇരിക്കട്ടോ പെണ്ണെ. കഴിഞ്ഞ പ്രാവശ്യം സത്യേട്ടൻ വന്നപ്പോ എനിക്കൊരു സാധനം തന്നല്ലോ. എന്ത്? ഇത്. പെണ്ണ് മഹാ ചേട്ടയായി പോയി. ദേഷ്യപ്പെടുമ്പോ കാണാൻ കൊള്ളാം. എന്റെ ചേട്ടൻ പാവാണട്ടോ. ചേട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്. സത്യേട്ടൻ വരട്ടെ, നിന്നെ മര്യാദക്കെടുത്താൻ ഞാൻ പറഞ്ഞോളാം. എന്റെ ചേട്ടനോട് ഞാനും പറഞ്ഞോളാം. ഒന്ന് പതുക്കെ നടക്കൂ ചേച്ചി. ഈ ചേച്ചിക്ക് അല്ലെങ്കിലും ഭയങ്കര സ്പീഡാ. നിന്നെപ്പോലെ ഉറുമ്പേഴണമാര് നടന്നാലേ ഉച്ചപൂജ കഴിഞ്ഞാലും അമ്പലത്തിൽ നടക്കില്ല. പാവം ചേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. എന്നെ ചുമ്മാരിക്കുന്നു. വഴിമാറി നിൽക്കൂ. എന്തോ വഴിമാറി നിൽക്കാൻ. പിന്നെ ഞാനീ നാട്ടുകാരനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം. പറ്റി. നീ ആ നേതാവിന്റെ പെങ്ങളെ അത്ഭുതപ്പെടാനില്ല. സരസ്വതി നാമമേ വായെന്ന് വരും. വഴിമാറൂ, ഞങ്ങൾക്ക് പോകണം. എഞ്ചിനീയർ അല്ലെങ്കിലും അല്പസ്വല്പം കൈക്കാട്ട് പണിയൊക്കെ എനിക്ക് വരും. അത് മനസ്സിലാക്കിയിരുന്നു. വയ്ക്കോ. എന്തു പറ്റി? ഈ കുട്ടിയേതാ? ദാമുവേട്ടന്റെ അനിയത്തി, മാലു എന്നാ പേര്. പതിവില്ലാത്താണല്ലോ രാവിലെയുള്ള നീരാട്ട്. ഇന്ന് കസ്തൂരി ചേച്ചിയുടെ പിറന്നാളാ. ഇതുവരെയുള്ള പാവൊക്കെ കഴുകിക്കളയാൻ പാവനാശത്തിൽ മുങ്ങാൻ പോയതാ. ഓ, അപ്പൊ രണ്ടുപേരും പാപം ചെയ്തിട്ടുള്ളവരാണല്ലേ? ഏയ്, ഞാനൊരു പാവം ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചിയുടെ കാര്യക്കറിയില്ല. ഏതായാലും പിറന്നാളായിട്ട് അറിയിച്ചില്ലല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാർ. എന്നാലും ഉച്ചയ്ക്കൊരു സദ്യ ഉണ്ടാവും. അമ്പലത്തിൽ നിന്ന് എത്തിച്ചോണ്ട് വരുന്ന പായസം കൊടുക്കാന്ന് പറയൂ മാലു. സാറ് കേട്ടില്ലേ? എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞൂടെ? പോട്ടെ. ആ സാറിനെ കാണാൻ നല്ല ഭംഗി. നീ തല്ലു മേടിക്കാറായിട്ടുണ്ട്. ഒന്ന് വേഗം നടക്ക്. നല്ല കാര്യം പറഞ്ഞാലും ഈ ചേച്ചിക്ക് പിടിക്കൂല. ആ, എന്റെ ചേട്ടന്റെ കഷ്ടകാലം. ചാത്തമ്മോ, ചാത്തമ്മേ. സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാടി. ഇത്രയും പോന്ന കായ്ക്ക് 65 കായ്. പിന്നെ എന്ത് വന്നാലും ഇത്തവണ കസ്തൂരിയുടെ പിറന്നാൾ കെങ്കേമോ ആക്കണം. പിന്നൊരു കാര്യം, കഴിഞ്ഞ കൊല്ലത്തെ പോലെ കുടിച്ചോണ്ട് വരരുത്. അത് നമ്മളെ സത്യമവും പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ കറുത്തത് കുടിച്ചോണ്ടല്ലേ? കൊണ്ടുപോയ കായന് മുഴുവനും സാമാനം മേടിച്ച ഉണമ്പലാണ്. ഒറ്റ കായ് പോലും ബാക്കിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. പിന്നിതാ ഇതാ പനനീര്. സദ്യ കഴിഞ്ഞ് തലയിൽ തളിക്കാനെ കൊണ്ടാ. ഞാൻ തന്നെ തൊളിച്ചേക്കാം. പനനീരും കൊണ്ടുവന്നിരിക്കും. എത്ര കായ് കൊണ്ടുപോയാലും ബാക്കി കൊണ്ടുവരും. ചേച്ചി പൊയ്ക്കോളൂ, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് ഉടനെ വരാം. ഇങ്ങോട്ട് വന്നേ, ആൾക്കാരൊക്കെ കണക്കെടുക്കണ സാറ് വന്നിരിക്കുന്നു. സാറാ? ഇത് ചാത്തമ്മേ, നമ്മളെ സാറ്. ഇതേ സെൻസാർ എടുക്കുന്ന സാറല്ല, നമ്മളെ പാലമണിന്ന് എഞ്ചിനീയറാ. നീ പോയൊരു ചായ ഇട്ടോണ്ട് വാ. അതാ, ചായ ഒന്നും വേണ്ട. സാറ് ഇന്നാളെ ഞങ്ങളുടെ കൂടിയെന്ന് ചായ കുടിച്ചെന്ന് കസ്തൂരി പറഞ്ഞു. സാർ ഇരുന്നാട്ട്, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. ആ, ഇവിടെ പിറന്നാളാണെന്നോ പായസം ഉണ്ടെന്നോ ഒക്കെ പറയുന്നത് കേട്ടു.
രാമ പറഞ്ഞിരിക്കും. അല്ല, രാവിലെ കസ്തൂരിയെ കണ്ടിരുന്നു. അവള് കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയിരിക്കും. ഇപ്പൊ ഇങ്ങ് വരും. സാർ ഇരുന്നാൽ. അല്ല, ഞാൻ പോവാണ്. ഇത് പിറന്നാൾ സമ്മാനമായി കസ്തൂരി കൊണ്ടുവന്നാണ്. ഞാൻ വരട്ടെ. ആരാ അവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു ഐ ലവ് യു എന്ന്. എംഡി 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല.